ഹായ് എല്ലാവർക്കും ലേഖാസ് കിച്ചൻ വേലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മീൻകറി തേങ്ങാപ്പാൽ വെച്ച് മീൻകറി വെച്ചാലോ. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. മീനെല്ലാം നമ്മൾ ചട്ടിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോണത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ചുവന്നുള്ളിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടിയിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 6 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടലും കുറക്കലൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ നമ്മൾ കുടപ്പുളി ഇട്ടിട്ടാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ ഞാനൊരു 6 കുടപ്പുളി വെള്ളത്തിലിട്ട് കുതിർത്തി അത് കഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യമായ പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ സാദാ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ഒരു തുണ്ട് അതുകൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള മീൻകറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉപ്പൊക്കെയും പുളിയെല്ലാതും കറക്റ്റാണെന്ന് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ ബെൽ ബട്ടൺ അടിക്കണം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷൻ വന്നോളൂ. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കണ്ടേ, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഏത് മീൻ കറി വെക്കായാലും നമ്മളിതുപോലെ കൂട്ടി തിരുമ്പി ഒരു 10-15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് നന്നായി പിടിക്കുള്ളൂ. മീൻ കഷ്ണങ്ങൾക്കൊക്കെ നല്ലപോലെ മുളകും പുളിയും ഉപ്പും ഒക്കെ നന്നായി പിടിക്കും. അപ്പോൾ നന്നായി ഇതേപോലെ തന്നെ കൈകൊണ്ട് വേണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഞാൻ മുളക് പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് തിരുമ്പി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഈ കറി ഞാൻ നാളികേരപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം വരാം. അതുവരെ നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. നമ്മുടെ മീൻ കറി എന്തായെന്നൊന്ന് നോക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ തിളച്ച് വരണുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കാണപ്പോൾ അങ്ങനെ തിളച്ച് വരണുള്ളൂ. അപ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഒന്ന് പതുക്കെ ആക്കി കൊടുക്കുക, ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് തന്നെ വേണം കേട്ടോ അത് വേവിക്കാനായിട്ട്. ഇത് വെന്തിട്ടൊന്നുമില്ല, വെറുതെ ഒരു തിള വരണുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ചെരിച്ച് വെക്കാം കേട്ടോ. നന്നായി തിളച്ചതിന് ശേഷമേ ചെരിച്ച് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക, തള വന്നതുകൊണ്ട് ചെരിച്ച് വെക്കുന്നത്. നിങ്ങൾ നന്നായി തള വന്നതിന് ശേഷം മൂടി ചെരിച്ച് വെക്കാൻ പാടുള്ളൂ. തീ അപ്പം നമുക്ക് ഇത്തിരി കുറച്ചിടാം കേട്ടോ. ആ മീൻകറി നന്നായി തിളച്ച് മറിയുന്നുണ്ട്. അപ്പോൾ ഒന്ന് വെറുതെ ഒന്നും കൂടി പതുക്കെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ചെരിച്ച് വെച്ചിട്ട് തന്നെ മൂടി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഉപ്പും പുളിയും ഒക്കെ ഉണ്ടെന്ന് നോക്കണം കേട്ടോ. നമ്മുടെ മീൻ കറിയൊക്കെ വറ്റി തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ മൂടിക്കും തുറന്ന് വെച്ചു. ഇനി കിടന്ന് ഇപ്പോൾ ഇങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ചാറിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒന്ന് പാകമുള്ളൂ. അപ്പോൾ ഞാനൊന്ന് മൂടി തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് വറ്റട്ടെ. നമ്മളിത് മീൻ കറിയുടെ മൂടിക്ക് തുറന്ന് വെച്ചിട്ടുണ്ടാകുന്നു നേരത്തെ. അപ്പോൾ മീൻ കറി നമുക്ക് നോക്കാം. അപ്പോൾ ചാറൊക്കെ വറ്റി മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് പാകത്തിനായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു തണ്ട് കറിവേപ്പിനും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. അതിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ അത് കൂടാണ്ട് ഞാൻ 2 മണി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറികൾക്ക് ഒരു പ്രത്യേക മണം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഒരു ഉലുവ ഇട്ട്. അപ്പോൾ നന്നായി മൂക്കട്ടെ കേട്ടോ. നമ്മുടെ ഉള്ളിലേക്ക് നന്നായി ചുവന്ന കളറായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചുവന്ന ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമ്മുടെ തീ ഒന്ന് ഓഫാക്കാം. നമ്മുടെ ഉള്ളി ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായി മൊരിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ മീൻ കറിക്ക് ഇത്തിരി കൂടി ഒന്ന് കളർ കിട്ടാനായിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി പൗഡർ ചേർത്തിട്ടുണ്ട് കേട്ടോ, ചില്ലി പൗഡർ. അപ്പോൾ അത് നമ്മൾ തീയൊന്നും കൂട്ടി കൊടുക്കണ്ട, വെറുതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ വെളിച്ചെണ്ണ കിടന്നിട്ട് നന്നായി മൂത്തോളും. ഇനി നമുക്കിത് ചട്ടിയിലേക്ക് പകുതി ഒഴിക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ചാറ് എടുത്തിട്ട് ഇതിൽ ഒഴിച്ചിട്ട് ആക്കാം കേട്ടോ. നമ്മുടെ സ്വാദിഷ്ടമായ മീൻകറി, അതായത് നാളികേരപ്പാൽ ഇട്ട് വെച്ച വറ്റാണ് വെച്ചേക്കുന്നത്. മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്നൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക കേട്ടോ.